ജയകുമാർ എന്ന മുൻ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ, IAS മുന്നിൽ, കവിക്ക് മുന്നിൽ ഇനി അവശേഷിക്കുന്നത് ശബരിമല മേൽശാന്തിയുടെ ഒരു പോസ്റ്റ് മാത്രമാണ്. ലോകത്ത് ലഭിക്കാവുന്ന എല്ലാ ഔന്നത്യങ്ങളിലും അദ്ദേഹം എത്തിച്ചേർന്നു. ഒരു IAS എങ്ങനെ ആവരുത് എന്നതിനുള്ള ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ജയകുമാർ. പ്രശസ്തനായ നാടകകൃത്ത് CJ തോമസ് പറഞ്ഞതുപോലെ, എവിടെയും വളയുന്ന ഒരു നട്ടലും ചോദ്യം ചോദിക്കാത്ത മനസ്സുമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് ഉന്നതങ്ങളിലും കയറിപ്പറ്റാം. ദീർഘദർശിയായ CJയുടെ ഈ വരികൾ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജയകുമാർ. അദ്ദേഹം ഏത് സർക്കാർ ഭരിച്ചാലും, ഏത് മുഖ്യമന്ത്രിമാർ അധികാരത്തിലിരുന്നാലും അവർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാവണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വൻ വിവാദമാകുകയും മുൻ മന്ത്രിമാരടക്കം, ഇപ്പോൾ ഭരിക്കുന്ന മന്ത്രിയടക്കം, ദേവസ്വം മന്ത്രിയടക്കം സംശയത്തിൻ്റെ നിഴലിൽ അകപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ഈ 75-ാം വയസ്സിൽ ജയകുമാറിനെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാൻ ഒരു മടിയുമില്ല. അദ്ദേഹം സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി ആയിരുന്നതിന് ശേഷം കേരളത്തിൽ മലയാളം സർവകലാശാല തുടങ്ങിയപ്പോൾ അതിൻ്റെ വൈസ് ചാൻസലറായി ജയകുമാറിനെ നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. വൈസ് ചാൻസലർ ആവണമെങ്കിൽ അധ്യാപന പരിചയം, ഏറ്റവും കുറഞ്ഞത് 5 വർഷത്തെങ്കിലും അധ്യാപന പരിചയവും ഡോക്ടറേറ്റും വേണമെന്ന് നിയമമുള്ളതാണ്. ആ നിയമത്തെ മറികടക്കാനായി ജയകുമാറിനെ സ്പെഷ്യൽ ഓഫീസർ എന്ന തസ്തികയിലാണ് നിയമിച്ചത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അധ്യാപന പരിചയം 10 വർഷം എങ്കിലും വേണമെന്നാണ്. അപ്പോൾ 10 വർഷം അധ്യാപന പരിചയവും ഡോക്ടറേറ്റും ഉള്ള പ്രൊഫസർമാർക്ക് ആണ് യഥാർത്ഥത്തിൽ VC ആകാനുള്ള യോഗ്യത. അക്കാഡമിക് എക്സ്പീരിയൻസ് ഇല്ലാത്ത, അക്കാദമിക് യോഗ്യതയില്ലാത്ത, പരിചയമില്ലാത്ത ഒരാളെ രാജ്യത്ത് എവിടെയെങ്കിലും VC ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മലയാളം സർവകലാശാലയിലാണ്. അത് വിവാദമായപ്പോൾ വന്ന ന്യായം, സർവകലാശാലയ്ക്ക് ഭൂമി എടുക്കണം, ആ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ പറ്റിയത് ഒരു IAS ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാർ ആണെങ്കിൽ എളുപ്പത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാനും ഭൂമി ഏറ്റെടുക്കാനും കഴിയും. അന്ന് ഏറ്റെടുത്ത ആ ഭൂമിയിൽ നടന്ന, ആ ഭൂമി കച്ചവടത്തിൽ നടന്ന ആരോപണങ്ങളാണ് ഇപ്പോഴും വലിയ വിവാദങ്ങൾ അവശേഷിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം പല തസ്തികകളിലിരുന്നു. ശബരിമലയിൽ തന്നെ സ്പെഷ്യൽ ഓഫീസറായി ഇരിക്കുമ്പോൾ, ജയകുമാർ സ്പെഷ്യൽ ഓഫീസറായി ഇരിക്കുമ്പോഴാണ് ശബരിമലയിലെ സീവേജ് എല്ലാം കാട്ടിനകത്ത്, അതായത് മനുഷ്യ വിസർജ്യം അടക്കമുള്ള സീവേജ് എല്ലാം കാട്ടിനകത്ത് കുഴിയെടുത്ത് അതിൽ നിക്ഷേപിച്ചത്. ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ അത് ഭക്ഷിക്കുകയും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ, വന്യമൃഗ ഭീഷണി അത് ഉയർത്തുകയും ഹൈക്കോടതി നിശ്ചിതമായ വിമർശനം അന്ന് നടത്തുകയും ചെയ്തു. അതോടെയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നത്, സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ നിന്ന് മാറ്റുന്നത്. പിന്നീട് അദ്ദേഹം പ്ലാച്ചിമട കോള കമ്പനിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനുള്ള ട്രൈബ്യൂണൽ അധ്യക്ഷനായി. അന്ന് അദ്ദേഹം ആദിവാസികൾക്ക്, പ്ലാച്ചിമടയിലെ ആദിവാസികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു. ആ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. ഇങ്ങനെ ഇരുന്ന തസ്തികകളിലെല്ലാം സർക്കാരിന് സ്തുതി പാടിയ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏറ്റവും ഒടുവിൽ വിവാദങ്ങളുടെ നടുവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറും ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തും മുൻ പ്രസിഡന്റ് വാസുവും അടക്കമുള്ളവരെല്ലാം ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളാക്കപ്പെടുകയാണ്. അതിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും അടക്കമുള്ളവരും ഈ കേസിൽ പങ്കാളികളാണ്. അവരുടെ കൂടി അറിവില്ലാതെ ഇതൊന്നും നടക്കില്ല എന്ന് ആരോപണം ഉയരുകയും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയുമാണ്. ADGP വെങ്കടേഷും
SP ശശിധരനുമെല്ലാം സമർത്ഥരായ സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സർക്കാരിലെ പ്രമുഖർക്ക് അതിൽ ബന്ധമുണ്ട് എന്ന ആരോപണം സജീവമാകുന്നതോടുകൂടി എല്ലാവരും നടപടികൾ എടുക്കാൻ ഭയപ്പെടുകയാണ്. ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണത്തിൽ എന്തിനാണ് IPS ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നത്? അവർ എന്തുകൊണ്ടാണിപ്പോൾ വാസു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നത്? അപ്പോൾ അന്വേഷണത്തിലുള്ള ഈ മെല്ലെപ്പോക്ക് കാണിക്കുന്നത് ഉന്നതങ്ങളിൽ ഉള്ളവർക്ക് ഈ സംഭവത്തിലുള്ള പങ്കാണ്. അപ്പോൾ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന K. ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതോടെ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് മയപ്പെടുത്താനും കഴിയും, ദേവസ്വം ബോർഡിന് കഴിയും. അങ്ങനെ പ്രത്യക്ഷമായല്ലെങ്കിലും പരോക്ഷമായി ഈ കേസിനെ ഒരു സമവായത്തിലൂടെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് K. ജയകുമാറിൻ്റെ നിയമനം.